പുറത്തോട്ട് വരുന്നില്ലേ? കൃഷ്ണന്റെ വ്ലോഗിൽ വരും. അങ്ങനെ എല്ലാവരും ഉണ്ട്. എല്ലാരും ഹായ് പറയൂ. അതേത് കളറ്? ഞാൻ കണ്ണി ഒന്നും എഴുതിയില്ല. മാഡം സമയമായി. നമ്മളിപ്പോ സിനിമയ്ക്ക് പോവാണ്. ദിലീപിന്റെ. നമ്മൾ നരവേട്ടക്കാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ പടയാട്ടം കൊള്ളായിരുന്നു. പടയാട്ടം ഒന്നുമില്ല, 3 മണിക്കേ എന്റെ ഔട്ട്ഫിറ്റ് ഒക്കെ ഞാൻ മാറ്റി. ഞാനിതിപ്പോ ഇവിടെ ഇതെന്റെ പാൻസും ഇവിടെ കിടന്ന ഇത് ജ്യോതിയുടെ കൊടുക്കും. ഹായ് പറ. കടലയാ? കണ്ടത് ഇതിൽ നിന്നൊക്കെ തന്നെ കോപ്പി ചെയ്തിട്ട് വീഡിയോ ഇപ്പോഴും എടുക്കണ്ട. ഇല്ല, എനിക്ക് അത് ഇവിടെ മൊത്തം എന്തൊക്കെ പണിയായിരുന്നു. ഞാൻ പറഞ്ഞത് നരിവേട്ട് ചിലപ്പോൾ വിമലയിൽ കാണും. ശിവഗിരി വഴി പോവാങ്കിൽ ആദ്യം ഇവിടെ വിമലയിൽ ഈ തിയേറ്ററിൽ നരവേട്ട ഇല്ല എന്ന് കാണിച്ചു. ഒരു സിനിമ ഇല്ല എന്ന് കാണിച്ചതിനെ കൊണ്ട് SR പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ SRൽ പോണതിന് മുന്നേ ഇങ്ങോട്ടൊന്ന് ചെക്ക് ചെയ്തപ്പോൾ ഇവിടെ എന്തുണ്ട്? ഇവിടെ നരിവേട്ടുണ്ട്. ഇവിടെ അവർ രണ്ടുപേരും എന്തരാണ് പ്രിൻസ് ആൻഡ് ഫാമിലി കാണാൻ പോയി. അവര് പോയിട്ട് അവർ രണ്ടുപേരും അവിടെ പോകും. നമ്മൾ രണ്ടുപേരും ഇവിടെ എന്തുവാ വെള്ളം ഉണ്ടോ മറ്റേ പറഞ്ഞു 2 കുപ്പി വെള്ളം നാരങ്ങളും കലക്കി. എല്ലാ വർഷവും ഓരോ സിനിമ അതെന്റെ സൗണ്ടിന്റെ അടി. അപ്പഴേ പ്രാർത്ഥിക വാസന പോകണമെന്ന് പറഞ്ഞ അപ്പഴേ പ്രാർത്ഥിക അതിനുള്ളിൽ കയറണമെന്ന് പറഞ്ഞു. കാവലൻ സിനിമ കാവലൻ വിജയില എവിടെ പോയിരുന്നു നമ്മൾ? നീ പറഞ്ഞ കരഞ്ഞു മെഴിയില്ല. ഞാൻ പത്തി കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു മോൻസ കരയൂന്ന് എനിക്ക് തോന്നി. എനിക്ക് ആ മറ്റു ലാഭം മരിച്ചപ്പോഴും വിഷമം. കൃഷ്ണേന്ദ്രന്റെ കുടുംബം ഇവിടെ കഴിക്കാൻ പോവാം. എവിടെ പാപ്പിനെ അറിയാം. എനിക്ക് അത് മാത്രം അറിയാം. പൊളി വന്നിട്ട് ക്യാരറ്റാണ് പറയുന്നത്. ഇപ്പൊ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫാബിൻ അറിയില്ലേ? ഫാബിൻ കാണുന്നവർക്കൊക്കെ ചോദിക്കാൻ ഫാബിൻ അറിയുമ്പോൾ എവിടെയെന്ന് അറിയും. അതാ ജ്യോതിയുടെ
വന്ന് തുടങ്ങി നേരം തൊട്ട് മണ്ടത്തര കാണിക്കുന്നത്. തമിഴ് വന്നപ്പോഴത്തേക്ക് എല്ലാം കണ്ടിട്ട് മലയാളം കണ്ടിട്ട് തമിഴ് കണ്ടപ്പോ എന്തിനടി പറയുന്നത് തമിഴ് നീ കൂടുതലൊന്നും പറയണ്ട, എല്ലാം മനസ്സിലായി. നീ അഭിനയിക്കല്ലേ. ഇത് കട മനസ്സിലാവുക ഇന്നലെ. പക്ഷെ ഇവിടെ ഒരു സുഖമില്ല. അതാണത്. വേറെ ഒന്നും കുഴപ്പമില്ല, നമുക്ക് സുഖമുള്ള. നിങ്ങൾ എല്ലാവരും എന്നെ പറഞ്ഞ നീ പറ, ഞാൻ പറഞ്ഞുതരാം. കളിയാക്കാറുണ്ട്. അല്ല, നീ പറ, ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. മദ്രാസിൽ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ മദ്രാസ് അല്ലെങ്കിൽ തിരുനെല്വേലി അവിടെയൊക്കെ മന്തി മസാല തൈര് സാധനം. അല്ല, എനിക്ക് രണ്ടും ഇഷ്ടം. മന്തിയാണ് ഇഷ്ടം, പക്ഷെ ബിരിയാണിയാണ് കഴിച്ചത്. തൈര് സാധനം നമ്മള് ഫാബിൻ അറേബ്യയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ കഫേ സർവേയിൽ വന്നിരിക്കുവാണ്. കഫേ സർവേ നമ്മൾ വന്ന് ബീച്ചിൽ ഇവിടെ വന്നേ. ബീച്ച് ഡിറ്റ് ഞാനും ദേവി. ഞാൻ മാത്രം റെഡി ടു ഗോ. ദേവികാണ് ഫോറിൻ നോക്കുക. ഇതൊരു വഴിയുണ്ട്. ഇതൊക്കെ വഴി തന്നെയാണ്. ഇത് വഴി ചെടിച്ചെടി ക്രോസ് ചെയ്ത് പോകേണ്ടി വരൂ. എന്തിനു കാണിക്കണേ കൊച്ചേ? എടി ഇതല്ല എൻട്രൻസ്, അതുവഴി എൻട്രൻസ്. ആ പെണ്ണ് ചെക്കനെ പോയില്ല, അതുവഴി. അതെ, നിനക്ക് എന്തിനാണ് നീ മുറിച്ചു കളഞ്ഞല്ലേ? എനിക്ക് കുറച്ചുകൂടെ അറ്റം വെട്ടിയെടുത്ത് ഒട്ടിച്ചു. എനിക്കും ഇട്ടാമോ? എന്തിനൊക്കെ ഇണഞ്ഞെടുക്കുന്നു? വീഡിയോ എടുക്കാൻ പോലും ബുദ്ധിയില്ല. ഓ ഇങ്ങനെ എടി നമ്മളിവിടെ ഒരുക്കാൻ വന്നേ. ഇവിടെ ഒരുക്കാൻ വന്നേ. എവിടെ പോലും എന്താ ആർമേകം വരും. അദ്ദേഹം എന്തെങ്കിലും സംസാരിക്കും. നമ്മൾ സാറിനൊക്കെ സെക്കൻഡ് ടൈം പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ടൈം അത് ഞാനില്ലായിരുന്നു. ഫസ്റ്റ് വന്നിട്ട് പക്ഷെ പുറത്തുനിന്ന് നോക്കിയിട്ട് ഒളിച്ചോടി നോക്കിയിട്ട് പോയി പല്ലിലിരിക്കുന്നത് സീൻ സംഭവം. ഫസ്റ്റ് ടൈം വരുമ്പോൾ സെക്കൻഡ് ടൈം വരുമ്പോൾ അത്ര ഫീലില്ല, ബട്ട് ബ്യൂട്ടിഫുൾ ആണ്. പെട്ടെന്ന് മഴ പെയ്യും കൊള്ളായിരുന്നു. സെക്കൻഡ് ടൈം ഫസ്റ്റ് ടൈം വന്നിട്ടുണ്ടായിരുന്നു. ഫോട്ടോ വ്യൂ ഒരാളോട് വരുന്നുണ്ട്. ഇപ്പം മില്യൻ അടിക്കിട്ട് ആരുടെ ലൈവ് വന്നാൽ പോലും പറഞ്ഞൂടെ ഇങ്ങനെ വയ്ക്കളയല്ലേ? ആരും എല്ലാവരും അസൂയായിട്ടാ. ഇവിടെ നല്ല വെട്ടം. ലൈവ് ഇൻസ്റ്റാഗ്രാം ലൈവ്. എത്ര പേരുണ്ട്? 3 പേര് കയറി ഇതുവരെയ്ക്കും. 2 പേര് കയറി. മൂന്നാമത്തെ ആള് നിനക്ക് മുമ്പേ പറഞ്ഞുകൂടായിരുന്നു ഈ ടൈമിൽ ലൈവ് കൊടുക്കുന്നു. നിങ്ങൾ സ്റ്റോറി ഇട്ടെങ്കിൽ ആൾക്കാർക്ക് വരില്ലായിരുന്നു. സഞ്ജീവ് നീ കൂടെ ഡാൻസ് കളിച്ച സ്ഥലം തന്നെ പറഞ്ഞ. അല്ല, സഞ്ജീവ് ഇവിടെ ഒന്ന് നമുക്ക് എനിക്ക് ദേവിക്ക് ഷൂട്ട് ചെയ്ത്. നമ്മളിവിടെ വന്നിട്ട് ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവർ. ഇതുവരെ ഒന്നും ഓർഡർ ആക്കിയിട്ടില്ല. മെനു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മുന്നേ ചിലപ്പോൾ എനിക്ക് ഓറിയോ ക്രീം ലാറ്റെ.
താഴെ തന്നെ ഒരു പ്രൈവറ്റ് ബീച്ച് ഉണ്ട്, നമ്മൾ അങ്ങോട്ട് പോവാ. നല്ല രസം അവിടെ കാണാൻ വേണ്ടിട്ട് കാണിച്ചു തരാം. ബീച്ചിലെത്തിയിട്ട് ബാക്കി കാണിക്കാം ഗൈസ്. നമ്മൾ ഡ്രസ്സൊന്നും എടുത്തില്ല, സോ കടലിൽ ഇറങ്ങാൻ പറ്റത്തില്ല. പിന്നെ കടലിൽ കണ്ടെയ്നർ മറിഞ്ഞെടുക്കുവാണ്. സോ കൃഷ്ണേന്ദു അതുകൊണ്ട് ഇറങ്ങുന്നില്ല, കെമിക്കൽസ് ഒക്കെ ഉള്ളത്. ഒരു മഴയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷേ for Africa. നമ്മൾ പോകുന്നു അടുത്ത ഇവിടുത്തെ ഐസ്ക്രീം കഴിച്ചിട്ട് ഇനി അടുത്ത ലൈം സോഡ കുടിക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഒരു സ്പോട്ട് ഉണ്ട് വർക്കലയിൽ, അവിടേക്ക് പോവാം. ആ ഫോൺ സ്പോട്ടിൽ നാരങ്ങ വെള്ളം കുടിക്കാൻ വന്നിരിക്കുകയാണ്. നാരങ്ങ സോഡ ഉപ്പ്, നാരങ്ങ സൂപ്പാ, നാരങ്ങ സോഡ ഉപ്പിട്ട. അയ്യോ, ഞാൻ പഞ്ചസായിട്ട് പറഞ്ഞാൽ പറഞ്ഞു. അത് നമുക്ക് കണ്ടുപിടിക്കാം. ഫേവറേറ്റ് സ്പോട്ടാണ് എനിക്ക്. മാഡം നീ ഉപ്പാണ് മാഡം കുടിച്ചത്. സോ നമ്മൾ പിരിയാൻ പോവുകയാണ് ഗൈസ്. ഇനി നാളെ കാണാം, അല്ലെങ്കിൽ അടുത്ത ദിവസം എന്തായാലും. ഇനി അടുത്ത അറിഞ്ഞൂടാ, ഇനി ഞാൻ കാണാമെന്ന് അറിഞ്ഞൂടാ. ഇനി പുള്ളിക്കാരി കോച്ചിങ്ങിന് പോകും. അതെ ഗൈസ്, ഇനി ഒരു മിക്കവാറും ഒരു വർഷത്തേക്കൊന്നും ഞാൻ കാണത്തില്ല. നീ അടുത്തൊരു ഡാൻസിന് എടുത്തില്ലേ? അയ്യോ, ഷൂനപ്പം ഞാൻ ഒരു വർഷത്തിൽ ശനി ഞായറാണ് ആക്കാൻ പറ്റുമെന്ന് നോക്ക്. എന്താ ഞാൻ ചോദിച്ചു, അടുത്ത ഡാൻസ് ഞായറാഴ്ച ആക്കാൻ പറ്റും നോക്ക്. ആ നിങ്ങൾ വാ. ഭയങ്കര വെയില്. എത്ര